സൈനിങ് അനൗൺസ് ചെയ്തതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ അസാമാന്യമായിട്ടുള്ള ലുക്ക് കൊണ്ട് ഇഷ്ടംപോലെ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിൽ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിയോൺ വെസ്റ്റോമിന് കഴിഞ്ഞിട്ടുണ്ട്. ആളിനെക്കുറിച്ച് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കോച്ചായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ ഡാനിഷ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് ബ്ലാഡറ്റിന് നൽകിയ അഭിമുഖത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരിശീലകനെ ഓബിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ബിയോൺ വെസ്റ്റോം. ആളിന്റെ കരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പുള്ളി ഒരു യൂത്ത് ടീം കോച്ചായിട്ട് തുടങ്ങി, പിന്നീട് അസിസ്റ്റന്റ് കോച്ച് ആവുന്നു, പിന്നീട് കോച്ചാവുന്നു, പിന്നീട് അസിസ്റ്റന്റ് സ്പോർട്ടിംഗ് ഡയറക്ടർ ആവുന്നു, പിന്നെ സ്കൗട്ട് ആവുന്നു, അതിനുശേഷം അസിസ്റ്റന്റ് സ്പോർട്ടിംഗ് ഡയറക്ടർ ആവുന്നു, പിന്നീട് സ്പോർട്ടിംഗ് ഡയറക്ടർ ആവുന്നു. അങ്ങനെ നിരവധി മേഖലകൾ ഒരു ക്ലബ്ബിൽ വഹിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. അപ്പം ബിയോൺ വെസ്റ്റോമിനെ കുറിച്ച് മിഖായൽ സ്റ്റെഹറയ്ക്ക് പറയാനുണ്ടായിരുന്നു. എനിക്കും ബിയോണിനും വളരെ വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമുണ്ട്. AIKയിൽ ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ തന്നെയാണ്. അതിനുശേഷം ഞാൻ വേറെ ക്ലബ്ബുകളിലേക്ക് പോയി. പിന്നീട് OBയിൽ കുറേ കാലം നമ്മുടെ ആരുണ്ടായിരുന്നു, ബിയോൺ വെസ്റ്റോം ഉണ്ടായിരുന്നു. പക്ഷേ ഈ OB കഴിഞ്ഞ സീസണിൽ ആ ഒരു ലീഗിൽ 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടതിനെ തുടർന്ന് സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നമ്മുടെ ബിയോൺ വെസ്റ്റോം പുറത്താവുകയായിരുന്നു. അങ്ങനെ ബിയോൺ വെസ്റ്റോം പണിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കരോലിസ് കിങ്സ് കണ്ടെത്തിക്കൊണ്ടുവന്ന മിഖായൽ സ്റ്റെഹറ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വിളിച്ചപ്പോൾ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബിയോൺ വെസ്റ്റോമിന് എനിക്കും 10 വർഷത്തിലേറെ നീണ്ട പരിചയം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, എന്തൂസിയസ്റ്റി ആയിരുന്നു. യങ് പ്ലേയേഴ്സിനെ നർച്ചർ ചെയ്യുന്ന കാര്യത്തിലായാലും പുതിയ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും വളരെ മികച്ചൊരു ടാക്ടീഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോട് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് ഞാനാണ് ചോദിച്ച് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ വലിയൊരു ക്ലബിൻ്റെ പരിശീലകനാവാൻ പോവുകയാണ്, അവർക്ക് വളരെ വലിയ ഒബ്ജക്റ്റീവുകളുണ്ട്, ടൈറ്റിൽ എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബിയോൺ വെസ്റ്റോമിനോട് ചോദിക്കുമ്പോൾ ബിയോൺ വെസ്റ്റോമും ഈ ഒരു നീക്കത്തിനെ കുറിച്ച് വളരെയധികം ഉത്സുകനായിരുന്നു. പുള്ളിയും വളരെ ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെയാണ് ഏകദേശം കുറേ കാലം ചെലവഴിച്ച ക്ലബ്ബിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം പലതും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ബിയോൺ വെസ്റ്റോം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ ഇത് ഞാൻ കുറച്ച് തള്ളി മസാലയാക്കി പറയേണ്ടതാണ്, പക്ഷേ ഇന്ന് നല്ല തിരക്കായതുകൊണ്ടാണ് അവനൊന്നും നിൽക്കാതെ ജസ്റ്റ് കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത്. ബൈ.